നമസ്കാരം സാർ. നമസ്കാരം. സാർ, വളരെ പ്രധാനപ്പെട്ട ഒരു ഹൈക്കോടതിയുടെ നിരീക്ഷണം വന്നിട്ടുണ്ട്. അതായത് വിവാഹിതരായിട്ടുള്ള സ്ത്രീകൾ തങ്ങളെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നിരവധിയായിട്ടുള്ള പരാതികൾ കൊടുക്കുന്നുണ്ട്. ഇനി ആ തരത്തിലുള്ള പരാതികൾ അത് നിലനിൽക്കില്ല എന്ന തരത്തിലാണ് ഹൈക്കോടതിയുടെ വിധി വന്നിട്ടുള്ളത്. കേരളത്തിൽ ഒരുപാട് ആളുകളാണ് ഇങ്ങനെ ഇരയാക്കപ്പെടുന്നത്. കാരണം വിവാഹം കഴിച്ച സ്ത്രീക്ക് എങ്ങനെയാണ് വിവാഹം വാഗ്ദാനം നൽകുക എന്നതാണ് കോടതി ചോദിക്കുന്ന ഒരു ചോദ്യം. അപ്പോൾ ഇത് സ്ത്രീകൾക്കുമുള്ളൊരു ഉപദേശമാണ്. ഇത്തരത്തിലുള്ള ഒരുപാട് കേസുകൾ, സമാനമായ ഒരുപാട് കേസുകൾ ഉണ്ടാകുന്നുണ്ട് അടുത്ത കാലത്തായിട്ട്. ഇത്തരം കേസുകളുടെയും പരാതികളുടെയും പ്രളയമാണ് പോലീസ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നോക്കൂ, ഒരു കാര്യം ഇതിനകത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. കാരണം ഈ വിവാഹം കഴിഞ്ഞ സ്ത്രീകൾ ആണ് ഇത്തരത്തിലുള്ള പരാതികളുമായി കൂടുതൽ വിവാഹ വാഗ്ദാനം നൽകി പീഡനം നടത്തി, ബലാത്സംഗം നടത്തി എന്നുള്ള പരാതികളുമായി വരുന്നതിൽ ബഹുഭൂരിപക്ഷ സ്ത്രീകളും ഒരു വിവാഹവും രണ്ട് വിവാഹവും കഴിഞ്ഞവരാണെന്നുള്ളതാണ് നമ്മളിതിനകത്തിലെ കൗതുകകരമായ കാര്യം. അവിവാഹിതരായ സ്ത്രീകളല്ല കൂടുതൽ. നമ്മൾ മൊത്തത്തിൽ പരാതി 2020 മുതൽ 24 അവസാനം ഡിസംബർ വരെയുള്ള കണക്കുകൾ പരിശോധിച്ചാൽ വളരെ വ്യക്തമായി മനസ്സിലാക്കും. അവിവാഹിതരായ ഒരു 25 വയസ്സോ 26 വയസ്സോ ഉള്ള പെൺകുട്ടികൾ കൊടുക്കുന്ന പരാതികളുടെ ഇരട്ടിയിൽ കൂടുതൽ പരാതികളാണ് വിവാഹം കഴിഞ്ഞ് കുട്ടികളുള്ള, ആദ്യ വിവാഹം തകർന്ന, ആദ്യ വിവാഹം തകർന്നതിനകത്ത് ചിലപ്പോൾ അവരുടെ ഭാഗത്ത് തെറ്റായിരിക്കത്തില്ല. പക്ഷെ ആദ്യ വിവാഹം തകർന്ന് രണ്ടാമത്തെ വിവാഹവും തകർന്ന് നിൽക്കുന്നവരാണ് കൂടുതൽ ഇത്തരത്തിൽ പരാതികളുമായിട്ട് കൂടുതൽ വരുന്നതെന്നുള്ളതാണ്. നോക്കൂ, ഇതിൻ്റെ അകത്തുള്ള പ്രധാന പ്രശ്നം, നമ്മൾ സ്ത്രീകൾക്ക് നിയമങ്ങൾ വാരിക്കോരി ചൊരിഞ്ഞു കൊടുത്തിരിക്കുകയാണ് സ്ത്രീകളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന. ആ നിയമങ്ങളൊന്നും മോശമാണെന്നുള്ള അഭിപ്രായത്തിലല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇത്തരത്തിലുള്ള നിയമങ്ങൾ കൂടുതൽ സ്ത്രീകൾക്ക് അനുകൂലമായി നിയമനിർമ്മാണം നടത്തപ്പെടുമ്പോൾ, അല്ലെങ്കിൽ അവർക്ക് ഇത്തരത്തിലുള്ള നിയമങ്ങൾ കൂടുതൽ കൽപ്പിച്ചു കൊടുക്കുമ്പോൾ പലപ്പോഴും ഇത്തരത്തിലുള്ള വ്യാജ പരാതികളാണ് ഉണ്ടാകുന്നത്. യഥാർത്ഥ സ്ത്രീകളല്ല ഇവിടെ പരാതിയുമായി രംഗത്ത് വരുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ കണ്ണൂരിലെ സംഭവം നമുക്കറിയാം. കണ്ണൂരിലെ നൗഷാദ് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൻ്റെ മാനേജർ, ആ സ്ഥാപനത്തിൻ്റെ അവിടെ നിന്നും പിരിച്ചുവിടപ്പെട്ട ഒരു യുവതി അയാൾക്കെതിരെ കൊണ്ട് പീഡന പരാതി കൊടുത്തു. അത് വളരെ നീതിമാനായ ജസ്റ്റിസ് വി കുഞ്ഞികൃഷ്ണനെ പോലെയുള്ള ഒരാളുടെ ബെഞ്ചിലെത്തിയത് കൊണ്ട് അയാൾക്ക് ഒരു നിയമപരമായ ഗോസ്പൽ വേർഡല്ല സ്ത്രീകളുടെ പരാതി. ഇത്തരം പരാതികൾ എടുക്കുമ്പോൾ പോലീസ് ഗൗരവം കാണിക്കണം. ഇത്തരം പരാതികളെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യണം. ഒരു പരാതി കിട്ടിയാൽ ഉടനെ തന്നെ അത് FIR രജിസ്റ്റർ ചെയ്ത് പ്രതികളുടെ അറസ്റ്റിലേക്കല്ല പോകേണ്ടതെന്നുള്ള ഒരു കൃത്യമായ ഒബ്സർവേഷൻ, അല്ലെങ്കിൽ ഒരു നല്ല ഗംഭീരമായൊരു ജഡ്ജ്മെൻറ്റ് ജസ്റ്റിസ് വി കുഞ്ഞികൃഷ്ണൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. പക്ഷേ നോക്കൂ, ഇത് വേറൊരു ഇതിൻ്റെ ആ നീതിയും ന്യായവും തലനാഴിക കയറി പരിശോധിക്കാത്ത ഒരു ജഡ്ജിയുടെ അടുത്തായിരുന്നു ഈ കേസ് എത്തുന്നതെങ്കിൽ ഇതിൻ്റെ സ്ഥിതി എന്താകുമായിരുന്നു? ഈ നൗഷാദ് ജയിലിൽ പോകില്ലേ? അപ്പം എത്രയോ നൗഷാദുമാർ ഇതിനോടകം, ഇപ്പം കണ്ണൂരിൽ ഒരു നൗഷാദിന് നീതി കിട്ടി എന്നുള്ളത് കൊണ്ട് അത് ഗോസ്പൽ വേർഡായി എടുക്കരുത് എന്നുള്ള ഒരു ജഡ്ജ്മെൻറ്റ് വന്നതുകൊണ്ട് മാത്രം യഥാർത്ഥത്തിൽ ഇത്തരം വ്യാജ പരാതികൾ പല എണ്ണം കുറയില്ല. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള സ്ത്രീകളുടെ വ്യാജ പരാതികൾ സുപ്രീം കോടതി പലതവണ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മൾ 498 കാര്യത്തിൽ തന്നെ പലതവണ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ദുർവിനിയോഗം ചെയ്യുന്നൊരു ഒഫൻസാണ് 498, പഴയ 498. അതിൽ സ്ത്രീധന നിരോധന നിയമം. ആ സ്ത്രീധന നിരോധന നിയമത്തിനകത്ത് പറഞ്ഞിട്ടുണ്ട് 498 ഈസ് എ ഷീൽഡ്, നോട്ട് എ വെപ്പൺ. നിരോധന നിയമം ഒരു ഷീൽഡ്, കവചം മാത്രമാണ്. ഇത് ഒരിക്കലും ഒരു ആയുധമായിട്ടെടുത്ത് പ്രയോഗിക്കേണ്ടതല്ല എന്ന് സുപ്രീം കോടതി പലതവണ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പീഡന പരാതികളുടെ കാര്യത്തിലും പറഞ്ഞിട്ടുണ്ട്. സ്ത്രീകൾക്കെതിരെയുള്ള അട്രോസിറ്റീസിൻ്റെ കാര്യത്തിലും പറയുന്നുണ്ട്. ഇതെല്ലാം ഒരു പരിചയ മാത്രമാണ്. ഇതൊന്നും ഒരു ആയുധമായിട്ട് ഒരിക്കലും എടുത്ത് പ്രയോഗിക്കാൻ നമുക്ക് അത് നീതീകരിക്കുന്നതല്ല. അത്തരത്തിലുള്ള പരാതികൾ വരുമ്പോഴുള്ള ഏറ്റവും ഗുരുതരമായ സവിശേഷത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ഈ സ്ത്രീധനത്തിൻ്റെ പീഡനം അനുഭവിക്കുന്ന കുട്ടികൾ, പല പെൺകുട്ടികൾ അവർക്ക് നിയമപരമായ സംരക്ഷണം. കാരണം ഇതിനകത്ത് ഏതാണ് ജെനുവിൻ പരാതി, ഏതാണ് ഒരു ഫാബ്രിക്കേറ്റഡ് പരാതി എന്ന് പലപ്പോഴും തിരിച്ചറിയാൻ കോടതികൾക്ക് പലപ്പോഴും ബുദ്ധിമുട്ടുണ്ടാകും. പിന്നെ പലപ്പോഴും നമ്മൾ ഇത്തരം കേസുകൾ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മുടെ കേരളത്തിലെ പോലീസ് സംവിധാനം നമുക്കറിയാം. കേരളത്തിലെ പോലീസ് സംവിധാനം മൊത്തം കുഴപ്പമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ കേരളത്തിലെ പോലീസ് സംവിധാനത്തിനകത്ത് ഇത്തരത്തിലുള്ള പരാതികൾ വരുമ്പോൾ ഈ കുറച്ച് പോലീസ് ഓഫീസർമാർ
ഈ പരാതികൾക്കായിട്ട് കാത്തിരിക്കുന്ന ഈ വേഴാമ്പൽ മഴയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവണ്ണം ഇത്തരത്തിലുള്ള പരാതികൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് പോലീസ് ഓഫീസർമാരുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇതിനകത്തൊരു സാമ്പത്തികമായി ഒരു ഉയർന്ന തലത്തിലുള്ള ഒരാളാണ് ഇതിനകത്തിൽ ആരോപണ വിധേയനെങ്കിൽ അയാളെ തീർച്ചയായിട്ടും ബുദ്ധിമുട്ടിക്കാനും അയാളിൽ നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള പാരിതോഷികങ്ങളൊക്കെ സംഘടിപ്പിക്കാനും പറ്റും. അതുപോലെ തന്നെ സ്ത്രീകളെ ദുർവിനിയോഗം ചെയ്യുന്ന, ഇത്തരത്തിലുള്ള പരാതികളുമായി വരുന്ന സ്ത്രീകളെ ദുർവിനിയോഗം ചെയ്യുന്ന ഓഫീസർമാരും കേരളത്തിലുണ്ട്. നമുക്ക് തന്നെ പല സംഭവങ്ങളറിയാം. പലതരത്തിലുള്ള അടുത്ത സമയത്ത് കഴിഞ്ഞ വർഷങ്ങളിലും അതിന് മുമ്പത്തെ വർഷങ്ങളിലൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ള പ്രമുഖ പത്രങ്ങളും മീഡിയയും റിപ്പോർട്ട് ചെയ്തിട്ടുള്ള സംഭവങ്ങളൊക്കെ നമുക്കറിയാം. അപ്പോൾ ഇത്തരത്തിൽ ഈ കോടതികൾ ഇത്തരത്തിലുള്ള നിയമപരമായ ജഡ്ജ്മെൻറ്റുകൾ കൂടി മാത്രമേ ഇത്തരത്തിലുള്ള കേസുകൾക്ക് യഥാർത്ഥത്തിൽ ഒരു നീതി ഉറപ്പുവരുത്തുവാൻ കഴിയുന്നത്. പുരുഷന്മാർക്ക് നീതി കൊടുക്കണം, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് നീതി വൈകിപ്പിക്കണം, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് നീതി നിഷേധിക്കണമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ സ്ത്രീയെയും പുരുഷനെയും യഥാർത്ഥമായ പരാതികൾ കണ്ടെത്താനും ആ യഥാർത്ഥമായ പരാതികൾക്കകത്തിൽ നിയമപരമായ നടപടി എടുക്കാനും യഥാർത്ഥമായ പരാതിക്കകത്ത് യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും കൂടാതെ കർശനമായ നടപടി സ്വീകരിച്ചുകൊണ്ട് പ്രതിയെ അറസ്റ്റ് ചെയ്യാനും പ്രതിയെ റിമാൻഡ് ചെയ്യാനും പ്രതിക്ക് പ്രോസിക്യൂഷൻ്റെ സഹായത്തോടെ കർശനമായ ശിക്ഷ ഉറപ്പുവരുത്തുവാനും ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പലപ്പോഴും പോലീസും നമ്മുടെ കോടതികളും ശ്രദ്ധിക്കേണ്ട കാര്യം. സാർ, വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഒരു സ്ത്രീ ഒരു പരാതി കൊടുക്കുകയാണ്, എന്നെ ഇങ്ങനെ പീഡിപ്പിച്ചു, വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു, അല്ലെങ്കിൽ ഒരു പീഡന പരാതി കൊടുക്കുകയാണ്. ഈ പോലീസുകാർ ഇത് സത്യസന്ധമായി ഇതിലൊരു പ്രാഥമിക അന്വേഷണം നടത്തിയിട്ട് മാത്രമേ FIR ഇടൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ സ്പോട്ടിൽ ഇവിടുത്തെ മാധ്യമങ്ങൾ വന്നിട്ട് ഇതൊരു സ്ത്രീ വിരുദ്ധ നിലപാടാണ് സ്വീകരിക്കുന്നത്, സർക്കാർ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു, ഇതെന്തുകൊണ്ട് കേസെടുത്തില്ല, ഇയാളെ എന്തുകൊണ്ട് തൂക്കിക്കൊന്നില്ല എന്നൊക്കെ ആദ്യം മുതലേ അങ്ങ് ചോദിക്കുകയാണ്. അപ്പോൾ കേരളത്തിലെ പോലീസ് ഒരു രണ്ട് തട്ടിലാവും. അപ്പോൾ ഈ ഉദ്യോഗസ്ഥന്മാർ ഈ പുലിവാലിന് നിൽക്കാൻ കഴിയില്ല എന്ന് കരുതിക്കൊണ്ട് ആ രീതിയിലേക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ അത് എങ്ങനെ തടയാൻ പറ്റും? കേരളത്തിലെ മാധ്യമങ്ങൾ ഒരുപാട് സ്ത്രീപക്ഷത്താണ് അവർ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രചരണം യഥാർത്ഥത്തിലൊരു സ്ത്രീപക്ഷത്തൊന്നുമല്ല. കേരളത്തിലെ പല യഥാർത്ഥമായ സ്ത്രീകൾ പീഡിപ്പിക്കപ്പെട്ട, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് നേരിട്ടിട്ടുള്ള ലൈംഗിക അതിക്രമം അടക്കമുള്ള വിഷയങ്ങൾ നമുക്ക് അവർക്ക് അവരുടേതായ ചില സ്ഥാപിത താല്പര്യങ്ങളുണ്ട്. സ്ഥാപിത താല്പര്യങ്ങളല്ലാത്ത കേസുകളിലെല്ലാം തന്നെ കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങൾ പലപ്പോഴും ഒരു പക്ഷത്ത് നിൽക്കുകയും, പക്ഷേ അവർ പലപ്പോഴും പുറം മേനിക്ക് വേണ്ടി ഞങ്ങൾ സ്ത്രീപക്ഷത്താണ് എന്ന് പറഞ്ഞുകൊണ്ട്, ഞങ്ങളാണ് ഈ വാർത്ത ആദ്യം ബ്രേക്ക് ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരികയും ചെയ്യും. പലപ്പോഴും പോലീസ് ഉദ്യോഗസ്ഥന്മാർ തന്നെ ഇതിൻ്റെ ഒരു പ്രഷർ പലപ്പോഴും അവർക്കും നേരിട്ടുകൊണ്ടിരിക്കും. കാരണം ഒരു കേസെടുത്ത് തുടർ നടപടികളിലേക്ക് പെട്ടെന്ന് കടന്നില്ല എങ്കിൽ പലപ്പോഴും മാധ്യമങ്ങളിൽ മാധ്യമങ്ങളിൽ ഉദ്യോഗസ്ഥരെ പോലും വേട്ടയാടപ്പെടുന്ന, അല്ലെ സർക്കാരിനെ നിശിതമായി വിമർശിക്കുന്ന നിലപാടുകൾ തന്നെ പലപ്പോഴും വരും. കാരണം അതിൻ്റെ ഇരകളാണ് സത്യത്തിൽ ഈ അടുത്ത സമയത്ത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നമുക്കറിയാം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം യഥാർത്ഥത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനകത്തിൽ ഈ കൊട്ടിഘോഷിക്കപ്പെട്ടവണ്ണമുള്ള തരത്തിലുള്ള പരാതികൾ, പീഡനമില്ല എന്നല്ല പറയുന്ന, പരാതികളുടെ ഒരു പ്രളയമൊന്നും കണ്ടില്ല. പക്ഷേ ഈ വന്ന പരാതികൾ പോലും യഥാർത്ഥത്തിൽ വ്യാജമായി കെട്ടിച്ചമയ്ക്കപ്പെട്ട ഒരുപാട് പരാതികളുണ്ടായിരുന്നു. പക്ഷേ നമുക്കറിയാം, നിവിൻ പോളി അടക്കമുള്ള, അല്ലെങ്കിൽ മറ്റു മലയാളത്തിലെ പ്രമുഖരായിട്ടുള്ള നടന്മാരടക്കമുള്ളവരുടെ പേരിൽ, ഇപ്പോൾ സിദ്ദിഖിൻ്റെയോ അല്ലെങ്കിൽ വേറെ പ്രമുഖമായിട്ടുള്ള ചില നടന്മാരുടെയോ പേരിലുള്ള കേസുകളല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ ഇതിനകത്തൊന്നും യാതൊരു തരത്തിലും ബന്ധപ്പെടാതിരുന്ന എത്രയോ നടന്മാർ അന്ന് എത്രമാത്രം അപമാനം സഹിച്ചു. പിന്നീട് പോലീസ് അന്വേഷണം നടത്തിയപ്പോൾ ഈ പറയുന്ന സംഗതികൾ, ഇപ്പം നമ്മൾ ഒരു MLA പ്രതിയായിട്ടുള്ള ഒരു കേസിനെ പറ്റി നമുക്കറിയാം. അത്തരത്തിലുള്ള കേസുകളുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ യഥാർത്ഥത്തിൽ പീഡനം നടന്നിട്ടുള്ള കേസിനകത്തിൽ എടുക്കുന്നതിൻ്റെ എത്രയോ 10 മടങ്ങ് ഇരട്ടിയാണ് അന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം FIR എടുത്തത്. അതെന്തുവെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രധാനമായിട്ടും ഈ മാധ്യമങ്ങളുടെ മാധ്യമങ്ങൾ അവർ ജാഗ്രത കാണിക്കുന്നു, അവർ സ്ത്രീപക്ഷത്താണ് എന്നൊക്കെ പ്രൊപ്പഗൻഡ നടത്തുന്നുണ്ടെങ്കിൽ പോലും യഥാർത്ഥത്തിൽ അത് ഒരു തട്ടിപ്പ് മാത്രമാണ്. ഇതിൻ്റെ യഥാർത്ഥമായ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ ചാനൽ റേറ്റിംഗ് ആണ്. അവിടെയും റേറ്റിംഗ് കേരളത്തിലെ പല വിഷയങ്ങളിലും, പലതരത്തിലുള്ള വിഷയങ്ങൾ, അത് പീഡന പരാതി എന്നല്ല, പല കാര്യങ്ങളിലും ചാനലുകൾ തമ്മിലുള്ള കിടമത്സരം പലപ്പോഴും ഈ കൃത്രിമമായി പ്രതിയാക്കപ്പെടുകയും വ്യാജ പരാതികൾ സൃഷ്ടിക്കപ്പെടുകയും വ്യാജ പരാതികൾ കൂടി ഒരാളുടെ അന്തസ്സും അഭിമാനവും
ഹനിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ പലപ്പോഴും നമുക്ക് ഞാൻ പറഞ്ഞില്ലേ, അവസാന പ്രതീക്ഷ ജനങ്ങൾക്ക് കോടതികളാണ്. കോടതികളിൽ ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ 2 പ്രധാനപ്പെട്ട ജഡ്ജ്മെൻറ്റുകൾ അത് ജനങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്നതാണ്. യഥാർത്ഥമായി ഇത്തരത്തിൽ പീഡിപ്പിക്കപ്പെടുന്ന സ്ത്രീകൾക്ക് നീതി കിട്ടാനുള്ള ഒരു കാരണം കൂടി ഉണ്ടാകും. കാരണം വ്യാജ പരാതികൾ പെരുകുന്നത് കൊണ്ടാണ് പലപ്പോഴും യഥാർത്ഥമായി പീഡിപ്പിക്കപ്പെടുന്ന, യഥാർത്ഥ കഷ്ടത അനുഭവിക്കപ്പെടുന്ന സ്ത്രീകൾക്ക് പലപ്പോഴും നിയമപരമായ പരിരക്ഷ കിട്ടാത്തത്. ഇപ്പോൾ കോടതികൾ ഇക്കാര്യത്തിൽ ഗൗരവമായി ഇടപെടാൻ കഴിയട്ടെ. സർക്കാർ ഈ കോടതികളുടെ ഇത്തരത്തിലുള്ള വിധികൾ സർക്കാരിന് ഒരു ബൈൻഡിങ്ങായി മാറട്ടെ എന്ന് മാത്രമേ നമുക്ക് ഇതിനകത്തിൽ പറയാൻ സാധിക്കത്തുള്ളൂ. തീർച്ചയായിട്ടും. എന്തായാലും ആ രീതിയിലുള്ള ഒരു പ്രധാനപ്പെട്ട വിധിയാണ്. അത് ആ രീതിയിൽ തന്നെ സർക്കാരും കാണട്ടെ, ഒരു നീതി എല്ലാവർക്കും കിട്ടട്ടെ എന്ന് മാത്രമാണ് നമുക്ക് പറയാനുള്ളത്. എന്തായാലും നമുക്ക് ഈ വിഷയം ഇനിയും ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളാണ്. നമുക്ക് മറ്റൊരവസരത്തിൽ കൂടുതൽ ചർച്ച ചെയ്യാം. തീർച്ചയായിട്ടും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.